പുതിയതായി പണി കഴിപ്പിച്ച വീടിന് മുന്നിലേക്ക് അവൻ്റെ കാർ ഇരച്ച് കയറി. സീറ്റിൽ ചാരി കിടന്ന് പുറത്തേക്ക് നോക്കി. സിറ്റൗട്ടിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. നല്ല ഉറക്കാവും. വിളിക്കണോ? ഫോൺ എടുത്ത് സമയം നോക്കുമ്പോൾ രാത്രി 11:30. വെളുക്കുന്നത് വരെ കാറിനുള്ളിൽ. പറ്റില്ല. ചുണ്ടിൽ വശ്യമായ ചിരി തെളിഞ്ഞു. ഇനി അവളെ കാണാതിരിക്കാൻ സാധിക്കില്ല. പെട്ടെന്ന് ഡോർ തുറന്നിറങ്ങി. ചുറ്റിനും നോക്കിക്കൊണ്ട് കോളിംഗ് ബെല്ലിൽ വിരൽ വെച്ചു. ഗാഢമായ ഉറക്കത്തിൽ നിന്ന് അവൾ ഞെട്ടി ഉണർന്നു. ചാടി പിടിച്ചെഴുന്നേറ്റു. യാദവ്. ചുണ്ടിലെ ചിരി മങ്ങി. ആയിരിക്കില്ല. ബിസിനസ് മീറ്റ് കഴിഞ്ഞില്ല, 2 ദിവസം കഴിഞ്ഞേ വരൂ എന്നല്ലേ വിളിച്ചപ്പോൾ പറഞ്ഞത്. റൂമിലെ ലൈറ്റ് ഇട്ടു. 2ാമത്തെ നിലയിൽ നിന്നും സ്റ്റെപ്പുകളിറങ്ങി ഹാളിൽ വന്നു. CCTVയിലേക്ക് നോക്കിയതും കണ്ണുകൾ വിടർന്നു. കുതിച്ചു പായുന്ന കുതിരയെ പോലെയായിരുന്നു ആ സമയം അവൾ. വാതിൽ തുറന്നതും മുന്നിൽ നിൽക്കുന്നവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു. യാദു. ആ വിളിയിൽ അവനെ കണ്ട സന്തോഷവും ഒപ്പം ഒരാഴ്ച കാണാതെ ഇരുന്നതിലുള്ള സങ്കടമുണ്ട്. കയ്യിലിരുന്ന ലാപ്ടോപ്പ് ബാഗ് ചെയറിലേക്ക് വെച്ച് അവളെ ഒന്നുകൂടി ഇറുകെ പിടിച്ചു. എന്താ ലച്ചൂസേ, എന്നെ പറ്റിച്ചതാ അല്ലേ? ആ, ഞാൻ എയർപോർട്ടിൽ ഇരുന്നപ്പോഴാ എൻ്റെ ലച്ചൂസിനെ വിളിച്ചത്. ഈ മന്ദബുദ്ധിക്ക് അവിടുത്തെ ബഹളം കേട്ടിട്ടും മനസ്സിലായില്ല. അവൾ കെറുവോടെ അകന്നു മാറി. ഞാൻ മന്ദബുദ്ധിയാണോ യാദു? പിന്നല്ലേ, ഇതുപോലൊരു ബുദ്ധിയില്ലാത്ത സാധനത്തിനെ ഞാൻ കണ്ടിട്ടേയില്ല. അവൾ അവൻ്റെ ബാഗ് കയ്യിലെടുത്തു. ഫുഡൊന്നും ഇരിപ്പില്ല. ആ, ചപ്പാത്തിയുണ്ട്, ചൂടാക്കാം. മുട്ടയും. ഇന്നത്തേക്ക് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യ് എൻ്റെ ലച്ചു. എനിക്ക് ഫുഡ് വേണ്ട. പകരം അവൻ അവളെ അടിമുടി നോക്കുന്നുണ്ട്. ദേ ഈ കണ്ണിപ്പോൾ ഞാൻ. കണ്ണിന് നേർക്ക് അവളുടെ വിരൽ ചലിച്ചു. അവന് ഒരനക്കവുമില്ല. കണ്ണിൽ തൊട്ടു തൊട്ടില്ല എന്ന രീതിയിൽ വിരലെത്തിയിട്ടും അവൻ കണ്ണടച്ചതേയില്ല. പേടിച്ചില്ലേ? അവൾ ചോദിച്ചു. എന്തിന്? എൻ്റെ ലച്ചു അല്ലേ നീ? യാദവ് നിൻ്റെ എല്ലാമല്ലേ? അവനെ വേദനിപ്പിക്കാൻ നിനക്ക് കഴിയില്ല എന്നെനിക്കറിയാം. അവളുടെ കണ്ണിൽ ആ സമയം യാദവ് മാത്രമേ ഉള്ളൂ. അവൻ തിരിഞ്ഞ് പുറത്തേക്ക് നടന്നു. യാദു, എവിടെ പോവാ? ദാ വരുന്നു പെണ്ണെ. ഒരു ട്രോളി ബാഗുമായി വരുന്നവനെ നോക്കി കിച്ചണിലേക്ക് നടന്നു. ലച്ചു, എനിക്ക് കോഫി ഉണ്ടാക്കാനാണേൽ ഇപ്പം വേണ്ട. പക്ഷേ ഈ കോഫി അത് കൂടിയേ തീരൂ. അവൻ സ്റ്റെപ്പുകൾ കയറുമ്പോൾ പിന്നാലെ അവളും നടന്നു. എനിക്കൊന്നും വാങ്ങിയില്ലേ ചെക്ക? വാങ്ങിയല്ലോ, തരാം. കുറച്ച് നീട്ടിയാണ് അവൻ പറഞ്ഞത്. ഓ, അതെന്നും തരുന്നതല്ലേ? അവൻ പെട്ടെന്ന് നിന്നു. കയ്യിലിരുന്ന ബാഗ് സ്റ്റെപ്പിൽ തന്നെ വെച്ച് സ്റ്റെയർ കമ്പിയിൽ ചാരി. എന്തേ, അതിൽ എൻ്റെ പ്രണയം മൊത്തമില്ലേ? ഒരു ഗിഫ്റ്റിനേക്കാൾ എന്തുകൊണ്ടും ബെസ്റ്റ് അത് തന്നെയല്ലേ? ലച്ചു വല്ലാണ്ടായിപ്പോയി. അയ്യോ, ഞാൻ ചുമ്മാ. നിനക്ക് സങ്കടമായോ? അടുത്തു വന്ന് കവിളിൽ കൈവച്ച് മൃദുവായി തഴുകിക്കൊണ്ടാണ് അവൾ പറഞ്ഞത്. അവൻ കണ്ണടച്ചു തുറന്നു. ലവ് യു ലച്ചുമ്മ. അവൾ ഒരു പുഞ്ചിരിയോടെ അവൻ്റെ ബാഗ് എടുത്തു. വേണ്ട ലച്ചു, ഞാനെടുക്കാം. പെട്ടെന്ന് പതിവില്ലാത്ത ഗൗരവമാണ് അവനിൽ. എന്താ ഞാനെടുത്താൽ? അവളുടെ സങ്കടം വന്ന് വീർത്ത മുഖം. യാദവ് തല കുടഞ്ഞു. സോറി, പെട്ടെന്നെന്തോ ഓർത്ത് ദേഷ്യം വന്നു പോയി പെണ്ണെ. അതിന് നല്ല വെയിറ്റാണ്. അവൻ പെട്ടെന്ന് ആ ബാഗ് കൈപ്പിടിയിൽ ഒതുക്കി. നിന്റെ ഡ്രസ്സുകൾ മാത്രമല്ലേ ഇതിലുള്ളൂ? ഞാനല്ലേ പോകാൻ നേരം എല്ലാം അടുക്കി വെച്ചതും വണ്ടിയിൽ കൊണ്ട് വെച്ച് തന്നതും? ആ സമയത്തില്ലാത്ത ഭാരമാണോ ഇപ്പോൾ? ഓഹ് എൻ്റെ ലച്ചു, ഈ രാത്രി ഒരു തർക്കത്തിന് എനിക്ക് വയ്യ. എൻ്റെ സുന്ദരിക്കുട്ടി വാ. അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് ചുറ്റി. പൊക്കിയെടുത്തതും ലക്ഷ്മി അവൻ്റെ തോളിൽ മുഖം പൂഴ്ത്തി കിടന്നു. ഫ്രഷ് ആകുന്നില്ലേ? അവൾ ചോദിച്ചു. ഞാൻ ഫ്രഷ് ആയതാ. എവിടെ വെച്ച്? നാട്ടിൽ വന്നതിന് ശേഷമോ? നിനക്കെപ്പോഴും സംശയമാണല്ലോടി. അത് സംശയമല്ല. ചുണ്ടിനെ പൊതിഞ്ഞെടുക്കുമ്പോൾ ഒരു ദിവസവും ഇല്ലാത്തൊരിഷ്ടക്കേട് അവൾക്കുണ്ടായി. അവനെ തള്ളി മാറ്റി. എടി പൊട്ടി, PS-നെ അവരുടെ ഫ്ലാറ്റിലാക്കി തിരികെ വരുമ്പോൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങി. ഏതോ ഒരു തല തെറിച്ചവൻ എൻ്റെ ദേഹത്ത് ചളിവെള്ളം തെറിപ്പിച്ചു. അയ്യോ, എന്നിട്ട് അടിയായോ? ഇല്ല, അവനെ കയ്യിൽ കിട്ടണ്ടേ. വണ്ടി നിർത്താതെ പോയിക്കളഞ്ഞു. പിന്നെ നമ്മുടെ പതിവ് ഹോട്ടലിൽ കയറി ഒരു റൂം എടുത്ത് ഫ്രഷായി ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. ഇപ്പം എല്ലാം ക്ലിയർ അല്ലേ? അവൾ തലകുലുക്കി. എന്താ ലച്ചു സാരിയിൽ? അത് വെറുതെ ഷെൽഫിലിരിക്കുന്ന കണ്ടപ്പോൾ ചുറ്റാൻ തോന്നി. 6 മാസം മുന്നേ വരെ എൻ്റെ വേഷം സാരി ആയിരുന്നുവല്ലോ. അവൻ അവളെ പിടിച്ചടുപ്പിച്ചു. ചൂട് പിടിച്ച ചുംബനത്തിൽ ലക്ഷ്മി തളർന്നു പോയിരുന്നു. കാലുകൾ തമ്മിൽ കെട്ടിപ്പിണഞ്ഞു. നിന്റെ ഈ സൗന്ദര്യം ഒരാഴ്ച എങ്ങനെ കടന്നു പോയിന്ന് എനിക്കറിയില്ല. ഇനി പോകുമ്പോൾ എൻ്റെ ലച്ചൂട്ടിയെ കൂടി കൊണ്ടുപോകും.
അവൾ സന്തോഷത്തിൽ ആ കൈക്കുള്ളിൽ നിന്ന് അകന്നു മാറിയില്ല. പിന്നെയും അവൻ്റെ പ്രണയം ലക്ഷ്മിയെ തേടിയെത്തി. വാഷ്റൂമിലേക്ക് കയറുന്നവനെ നോക്കി കിടന്നു. ഇനി ഒരു കോഫി ആകാം, കണ്ണിറുക്കി ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അവൾ തളർച്ചയോടെ എഴുന്നേറ്റിരുന്നു. ഈ ദുശീലം നല്ലതല്ല കേട്ടോ യാദു. തോളിലെ പാടിൽ പതിയെ തൊട്ടു. ആമ്പൽപ്പൂ പോലെ വെളുത്തിരിക്കുവല്ലേ, ചെറിയ ചുവപ്പ് കൂടിയില്ലേ കണ്ണു തട്ടും. വാഷ്റൂം ഡോർ അടഞ്ഞു. സാരി ചുറ്റി പുറത്തേക്ക് നടന്നതും ഡോറിൻ്റെ സൈഡിലിരുന്ന ബാഗിൽ കാലൊന്ന് തട്ടി. ആ ചളി പറ്റിയ ഡ്രസ്സ് ഇനി ഇതിനകത്ത് വെച്ചിട്ടുണ്ടാവുമോ? കോഫി കൊണ്ടുവന്നിട്ട് അതെടുത്ത് വാഷിംഗ് മെഷീനിലിടാം. മുന്നിലേക്ക് നടന്നതും ഒരു ഫോൺ റിങ് ചെയ്തു. ലക്ഷ്മി ടേബിളിലിരിക്കുന്ന അവൻ്റെ ഫോണിലേക്ക് നോക്കി. ഇതിപ്പോ ഏത് ഫോണാ? അവൾ സംശയത്തോടെ ബാഗിലേക്ക് തന്നെ നോക്കി നിന്നു. യാദവിന് ഒരു ഫോണല്ലേ ഉള്ളൂ. ബാഗ് പെട്ടെന്ന് തുറന്നു. ആപ്പിൾ ഫോണാണ്. ചെറിയ ശബ്ദത്തിൽ റിങ് ചെയ്യുന്നു. തിരിഞ്ഞു കിടക്കുന്നത് കൊണ്ട് തന്നെ ആളാരാന്ന് കാണാൻ പറ്റുന്നില്ല. ഫോൺ കയ്യിലെടുത്തതും അതിൽ തെളിഞ്ഞു വന്ന മുഖം താരയുടേതാണ്. അവൾ യാദവിൻ്റെ PS-ഉം. ഈ ചേച്ചി എന്തിനാ ഇപ്പോൾ വിളിക്കുന്നേ? ഓ, ചിലപ്പോൾ എത്തിയോന്ന് ചോദിക്കാനാവും. കോൾ അറ്റൻഡ് ചെയ്തു. യാദവ്, നീ എത്തിയോ ബേബി? ലക്ഷ്മി ഞെട്ടിപ്പോയി. സാറെന്ന് മാത്രം വിളിക്കുന്നവർ ഇതെന്താ ഇങ്ങനെ? അവൾ ഒന്നും മിണ്ടിയില്ല. നിന്റെ മാഡം അടുത്തുണ്ടല്ലേ, അതുകൊണ്ടാണോ മിണ്ടാത്തേ? സാരമില്ല, ഞാനേ ഒരു കാര്യം പറയാനാ വിളിച്ചത്. അവർ കൊഞ്ചിച്ചിരിക്കുന്നു. എൻ്റെ ഒരു സാധനം നിന്റെ ബാഗിലായിപ്പോയി, എടുത്ത് മാറ്റിയേക്ക്. പിന്നെ ഷോ, ഞാനൊന്നും പറയുന്നില്ല, എന്നാലും നിന്റെ കുറുമ്പ് ഇത്തിരി കൂടുന്നുണ്ട്. മോൻ ടൂറിന് പോയത് എന്തുകൊണ്ട് നന്നായി. ലച്ചു പേടിയോടെ തിരിഞ്ഞു നോക്കി. ബാഗിലെ തുണികൾക്കിടയിൽ നിന്നും അവളുടെ ഒരു വസ്ത്രം കയ്യിലേക്ക് എടുത്തു. ദൈവമേ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകനുണ്ടവർക്ക്. ഭർത്താവ് ദുബൈയിൽ. അവരുമായി യാദവന് എന്ത് ബന്ധമാ ഉള്ളത്? ശരീരം പൂക്കുല പോലെ വിറയ്ക്കുമ്പോൾ ബാഗ് ഒന്നാകെ പരിശോധിച്ചു. ബാഗിലെ സീക്രട്ട് അറയിൽ നിന്ന് അവൾക്ക് കിട്ടിയത് കുറേ പാക്കറ്റുകളാണ്. നെഞ്ച് പിടച്ച് പൊന്തിപ്പോയി. ഇത്രയും എന്തിനാ? യാദു ഇത് ഉപയോഗിക്കുമോ? എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. പെയിനുണ്ടോ? ഇടയ്ക്ക് അവൻ ചോദിക്കാറുള്ളത് ഓർമ്മയിലേക്ക് വന്നതും കണ്ണുകൾ നിറഞ്ഞു. 1 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട്. കുഞ്ഞെന്ന മോഹം പറയുമ്പോഴെല്ലാം ദൈവം അതിൻ്റെ സമയത്തിന് തരുമെന്ന യാദു പറയാറ്. അപ്പോൾ ഇതുകൊണ്ടാണോ? അവൾ അത് പില്ലോയ്ക്ക് അടിയിൽ ഒളിപ്പിച്ചു. ഫോൺ പരിശോധിച്ചതും ലക്ഷ്മി ഞെട്ടിപ്പോയി. കണ്ണുകൾ അടച്ച് തല വെട്ടിച്ചു. ഞാൻ ചതിക്കപ്പെടുമായിരുന്നോ? എന്നെന്തിനാ? ഈ കഴിഞ്ഞു പോയ നിമിഷങ്ങളിലും ക്രൂരമായി വഞ്ചിക്കുമായിരുന്നു. കോഫി അപ്പോഴേക്കും കൊണ്ടുവന്നോ? തല തുവർത്തി ചിരിയോടെ വരുന്നവനെ കാണുമ്പോൾ കൊല്ലാനുള്ള ദേഷ്യമാണ് അവളിലുണ്ടായത്. കോഫി എവിടെ? ഞാൻ കിച്ചണിൽ പോയില്ല. എന്താ വയ്യേ? എന്നാൽ ഞാൻ പോയി ഇട്ട് കുടിച്ചോളാം. ലച്ചി കിടന്നോ? നിലക്ക്. ഇതൊക്കെ എന്താ? നിലത്തേക്ക് ആ പാക്കറ്റുകൾ വാരി എറിഞ്ഞുകൊണ്ട് ഉറക്കെ അവൾ അലറി. അവൻ പെട്ടെന്ന് ബാഗിലേക്കാണ് നോക്കിയത്. അത് ലച്ചു. വിളിച്ചു പോകരുത് ഇനി ആ പേര്. എൻ്റെ മോളെ, നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി. അവൻ പറഞ്ഞു നിർത്തും മുന്നേ അവളുടെ കയ്യിലിരിക്കുന്ന ഫോൺ യാദവിൻ്റെ കണ്ണിലുടക്കി. എന്തേ നിർത്തിക്കളഞ്ഞത്? പറയ്. ഇതിലുള്ളതിന് എന്തു വിശദീകരണമാണ് നിനക്ക് പറയാനുള്ളത്? ഞാൻ കണ്ടതാ എല്ലാം. അവൻ ആ ഫോൺ പിടിച്ചു വാങ്ങി. നീ എന്താ പറഞ്ഞേ? ചളിവെള്ളം തെറിച്ചു. അങ്ങനെ റൂം എടുത്തു. എവിടെ? താരയുടെ വീട്ടിലോ? ഇന്ന് നടന്നതും നല്ല ക്ലാരിറ്റിയിൽ തന്നെ ഉണ്ട്. അതെന്തുകൊണ്ട് നന്നായി. ലച്ചു, ഞാൻ സോറിയടി. തോളിൽ അമർന്ന അവൻ്റെ കയ്യെ വാശിയോട് തട്ടി മാറ്റി. എന്ത് സോറി? ഇത് മാത്രമല്ലല്ലോ. നീ ഇത്രയ്ക്ക് ചീപ്പായിരുന്നോ? വൃത്തികെട്ട വഞ്ചകൻ. പെട്ടെന്ന് യാദവിൻ്റെ കൈ ലക്ഷ്മിയുടെ കവിൾ തടത്തിൽ പതിച്ചതും അവൾ നിലത്തേക്ക് മറിഞ്ഞു വീണു. നീ എന്താ കരുതിയത്? ഈ യാദവ് നല്ലവനാണെന്നോ? അവൾ കവിളിൽ കൈവച്ച് അവനെ നോക്കിയിരുന്നു. യാദവിൻ്റെ മുഖത്ത് ക്രൂരത നിറഞ്ഞു. പരിഹാസത്തോടെ അവൻ ചിരിച്ചു. അവൾക്ക് മുന്നിൽ കുനിഞ്ഞു നിന്നു. കണ്ണിൽ കണ്ട കാഴ്ചകൾ വിശ്വസിച്ചോ? വേണ്ടാന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ മീറ്റിങ്ങിന് പോകുന്നത് ബിസിനസ് ആവശ്യത്തിനല്ല. ഈ തുക്കട ബിസിനസ് കൊണ്ട് എന്താവാനാ? കാശുണ്ടെങ്കിലേ എന്ത് നടക്കൂ. നമ്മളൊന്ന് കണ്ണടച്ചാൽ അവരിങ്ങോട്ട് തരും. ഒന്നുമില്ല, സിമ്പിൾ. ലക്ഷ്മി നിലത്ത് നിന്ന് ചാടി എഴുന്നേറ്റു. നീയും പോരെ? അവൻ പറഞ്ഞു. അവളുടെ കൈ അവൻ്റെ നേരെ ഉയർന്നു താഴ്ന്നു. ഡി! യാദവ് ദേഷ്യത്തിൽ അലറി. വീണ്ടും അവൾക്ക് നേരെ ഉയർന്ന കയ്യിൽ
അവൾ ബലമായി പിടിച്ചു. ഇനി എന്നെ തൊട്ടാൽ ഈ ലക്ഷ്മി ആരെന്ന് നീ അറിയും. നിന്നെ മാത്രം സ്നേഹിച്ച് ഈ വീട്ടിനുള്ളിൽ നിന്നെ കാത്തിരുന്നവളാ ഞാൻ. ആ എന്നെ. അവൾ ഷെൽഫ് തുറന്നു. നിറഞ്ഞിരിക്കുന്ന ഡ്രസ്സുകൾ വാരി നിലത്തേക്കിട്ടു. അതിൽ നിന്നും ഒരു മഞ്ഞ സിമ്പിൾ സാരി എടുത്ത് ഡ്രസ്സിംഗ് റൂമിലേക്ക് ഓടിക്കയറി. യാദവിൻ്റെ മുഖം ചുളിഞ്ഞു. ഞാൻ പോവാ, ലക്ഷ്മി പറഞ്ഞു. എവിടേക്ക്? എൻ്റെ വീട്ടിലേക്ക്. ഈ റൂം വിട്ട് നിനക്ക് പോകാൻ ആവില്ലെങ്കിലോ? എന്നെ തടയാൻ നീ ആരാ? ഞാൻ പോകാൻ തീരുമാനിച്ചാൽ പോയിരിക്കും. ഒരു പേടിയുമില്ലാതെ മുന്നിൽ നിൽക്കുന്ന പെണ്ണിനെ നോക്കി നിന്നുപോയി യാദവ്. ഞാൻ ആരുമല്ലേ ലച്ചു? പെട്ടെന്ന് അവൻ്റെ ശബ്ദം സൗമ്യമായി. അല്ല, പെണ്ണ് നിൻ്റെയൊക്കെ അടിമയല്ല. ഉറപ്പിച്ചു പറയുമ്പോൾ ആ കണ്ണിൽ വേദനയില്ല, പകരം കോപം മാത്രമേ അവൻ കണ്ടുള്ളൂ. പുറത്തേക്ക് നടക്കാൻ തുടങ്ങിയവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. ലക്ഷ്മി കണ്ണുകൾ അടച്ചു പിടിച്ചു. അവൻ്റെ സ്പർശനത്തിൽ ദേഹത്ത് ചൂടുവെള്ളം വീണ് നീറി പുകയും പോലെ തോന്നിപ്പോയി അവൾക്ക്. എൻ്റെ ഭാര്യയാണ് നീ, അത് മറന്നോ? ചെവിയിൽ ചുണ്ട് ചേർത്ത് പറഞ്ഞു. അവൾ കുതറി മാറി. അവനെ തള്ളി മാറ്റി. ഇവിടെ ആ ബന്ധം ഉപേക്ഷിക്കാൻ എനിക്ക് മടിയില്ല. കഴുത്തിൽ കിടന്ന മാല വലിച്ചു പിടിച്ചിട്ടും പൊട്ടുന്നില്ല. അവൾ അതിനെ ഊരിയെടുത്ത് വീശി എറിഞ്ഞു. യാദവ് അന്തിച്ചു പോയി. ക്ഷേത്രത്തിൽ നിന്ന് പ്രസാദം വാങ്ങിയാൽ പോലും അവൾ ആദ്യം അതിൽ തൊട്ടിട്ട് മാത്രമേ നെറ്റിയിൽ വയ്ക്കൂ. അങ്ങനെ പ്രാണൻ പോലെ കൊണ്ടു നടന്നത് ഊരി മാറ്റുമ്പോൾ പോലും അവൾ കരയുന്നില്ല എന്നത് അവൻ അതിശയമായി. പെണ്ണിന് സ്നേഹിക്കാൻ മാത്രമല്ല, അതിൻ്റെ 10 മടങ്ങ് ശക്തിയിൽ വെറുക്കാനും കഴിയും. ഒന്ന് നോവിച്ചാലോ, കുത്തുവാക്ക് പറഞ്ഞാലോ, ദേഷ്യപ്പെട്ടാലോ, കുറ്റം പറഞ്ഞാലോ അവൾ ക്ഷമിക്കും. പക്ഷേ അവൻ മറ്റു പലർക്കും അത് സഹിക്കാൻ അന്തസ്സുള്ള ഒരു പെണ്ണിനും കഴിയില്ല. എനിക്ക് ഒട്ടും പറ്റില്ല. അവൾ റൂം വിട്ട് പോയി. അവൻ ലക്ഷ്മിക്ക് പിന്നാലെ ഓടി. സ്കൂട്ടി എൻ്റെയാ, ഇത് ഞാൻ എടുക്കുന്നു. ഈ ഡ്രസ്സ് നീ വാങ്ങി തന്നതാ. മറ്റൊരു മാർഗവും ഇല്ലാതെ പോയി എനിക്ക്. അവൾ കീയുമെടുത്ത് സിറ്റൗട്ടിൽ നിന്ന് മുറ്റത്തിറങ്ങി. വണ്ടി സ്റ്റാർട്ട് ചെയ്തു. നിന്നെ ഇവിടെ പൂട്ടിയിടാൻ എനിക്ക് കഴിവില്ലാഞ്ഞിട്ടല്ല. നീ ഇപ്പം പോയിക്കോ, പക്ഷേ ഉടനെ ഇവിടേക്ക് തന്നെ വരും. അവൾ പിടപ്പോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. നിന്റെ വീട്ടുകാർക്ക് 1 വർഷമായി ചിലവിന് കൊടുക്കുന്നത് ഈ ഞാനാ. പിന്നെ നിന്റെ ആങ്ങള, ആ ഹൃദയത്തിന് സൂക്കേട് പിടിച്ചവൻ, അവൻ്റെ ചികിത്സയെല്ലാം നോക്കുന്നതും ഞാനാ. ഇനി എന്തു ചെയ്യും? ഈ ചേച്ചി വിചാരിച്ചാൽ സർജറി നടക്കുമോ? ലക്ഷ്മി പതറിപ്പോയി. അനുജൻ്റെ മുഖം മനസ്സിലേക്ക് വന്നതും കണ്ണുകൾ നിറഞ്ഞു. ആ, അതാണ്. ചേച്ചി വരും. ഞാൻ പറഞ്ഞ മാർഗം നീ സ്വീകരിക്കും. എൻ്റെ ഒപ്പം ഈ അഭിമാനമുള്ളവൾ ജീവിക്കണ്ട. പക്ഷേ അവളുടെ സ്കൂട്ടി ഗേറ്റ് കടന്നു പോയതും അവൻ്റെ കണ്ണുകൾ കത്തി ജ്വലിച്ചു. നിന്നെ എനിക്ക് വേണം. വിട്ടുകൊടുക്കാൻ യാദവ് ഒരുക്കല്ലെങ്കിലോ? രാത്രി 1 മണി. റോഡിൽ ഒരു മനുഷ്യരോ വണ്ടിയോ ഇല്ല. ദൈവമേ, ഈ പാതിരാത്രി വീട്ടിൽ ചെന്ന് അച്ഛനോട് എന്തു പറയും? നേരം പുലരും വരെ ആ വീട്ടിലിരുന്നാൽ അവൻ എന്നെ പുറം ലോകം കാണിക്കില്ല. ഇങ്ങനെയുള്ളവൻ കൊല്ലാനും മടിക്കില്ല. എന്തും വരട്ടെ, ഞാൻ ജീവിക്കും. അവൻ്റെ മുന്നിൽ തന്നെ. ആലോചനയോടെ ഡ്രൈവ് ചെയ്യുമ്പോൾ എതിർവശത്തു കൂടി വരുന്ന ആഡംബര കാർ അവളുടെ ശ്രദ്ധയിൽ പതിച്ചതേയില്ല. ഒരു പ്രകാശം കണ്ണിലേക്ക് വന്ന് അടിച്ചതും അവൾ കണ്ണുകൾ അടച്ചു. സ്കൂട്ടി മറിഞ്ഞു. ഡാഡി, അവൻ ഉറക്കെ വിളിച്ചു. അയാൾ ബ്രേക്ക് ചവിട്ടി. ഷോ, ഏതോ കള്ള് കുടിയന്മാരാണെന്ന് തോന്നുന്നു. നല്ലത് കൊടുക്കണം. അവൻ കാറിൽ നിന്ന് ഇറങ്ങാനൊരുങ്ങി. അല്ല, അതൊരു പെൺകുട്ടിയാ. നീ ഇരിക്ക്, ഞാൻ നോക്കാം. ലക്ഷ്മി നിലത്ത് നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പക്ഷെ പറ്റുന്നില്ല. ആ വേദനയോടെ പതിയെ വിളിച്ചു. ഒരു കൈ മുന്നിലേക്ക് നീണ്ടതും അവൾ തല ഉയർത്തി. അയാൾ ചിരിച്ചു. നല്ല പൊക്കമുണ്ട്, നീണ്ട മുഖം, നെറ്റിയിൽ ചുവന്ന പൊട്ടുപോലെ എന്തോ ഒന്ന് നീളത്തിന് വരച്ചിട്ടുണ്ട്. അവൾക്ക് പേടി തോന്നി. പേടിക്കണ്ട. അയാൾ തന്നെ ചരിഞ്ഞു കിടന്ന വണ്ടിയെ നിവർത്തി വെച്ചു. അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഈ സമയത്ത് കുട്ടി ഇത് എവിടെ പോയതാ? അത് അവൾ നിന്ന് വിക്കി. കാല് നിലത്തൂന്നാൻ കഴിയാത്ത വേദനയാണ്. കാറിൻ്റെ ബോണറ്റിൽ ചാരി നിന്നു. അച്ഛന് വയ്യ. ശ്വാസം മുട്ടിൻ്റെ ടാബ്ലറ്റ് തീർന്നു. വാങ്ങാൻ ഇറങ്ങിയതാ. ദേ കാലും കൈയും മുറിഞ്ഞിട്ടുണ്ട്. മോൾ വാ, ഹോസ്പിറ്റലിൽ പോകാം. ഏയ് വേണ്ട അങ്കിൾ, ഞാൻ വീട്ടിൽ പോവാ. കാണാതെ വന്നാൽ അച്ഛൻ വിഷമിക്കും. ഇവരെയൊക്കെ എങ്ങനെ വിശ്വസിക്കും? അവളുടെ മനസ്സ് മന്ത്രിച്ചു. എന്തായി? പോകാം. അവൾ വെട്ടിത്തിരിഞ്ഞ് പിന്നിലേക്ക് നോക്കി. എൻ്റെ മോനാ? ശരി സാർ, ഞാൻ പോവാം. അവൾ ഏന്തി വലിഞ്ഞു നടന്നു.
എടോ കാലിൽ ബ്ലീഡിംഗ് ഉണ്ട്, ഹോസ്പിറ്റലിൽ പോകാൻ വയ്യെങ്കിൽ വേണ്ട, ഡ്രസ്സ് ചെയ്യാലോ. ഞാൻ പറഞ്ഞതാ, ആ കുട്ടി കേൾക്കുന്നില്ല മോനെ. കയറ്. അവൻ്റെ ഗൗരവത്തിലുള്ള ശബ്ദം. അവൾ മുഖം ചുളുക്കി. ചെല്ലുകുട്ടി, ഹോസ്പിറ്റൽ വേണ്ട. അവൾ നിന്ന് പരുങ്ങുന്നു. ഞാനൊന്ന് നോക്കട്ടെ, എന്നിട്ട് ഹോസ്പിറ്റലിൽ പോകണോ വേണ്ടയോ എന്ന് പറയാം. ചോര വാർന്നൊഴുകുന്നത് കണ്ടതും എന്തും വരട്ടെ എന്ന് മനസ്സിലുറപ്പിച്ച് കാറിൽ കയറിയിരുന്നു. അവൻ കാറിലേക്ക് കയറാതെ പുറത്തു തന്നെ നിന്നു. അവൾ കാല് നീട്ടിവെച്ചു. ഏയ് വലിയ പ്രശ്നമില്ല ഡാഡി, തൊലി ചെറുതായി പോയി, അത്രയുള്ളൂ. കൈമുട്ടിലും കാൽപാദത്തിലും അവൻ തന്നെ മരുന്ന് വെച്ച് ഡ്രസ്സ് ചെയ്ത് കൊടുത്തു. തല ഉയർത്തി അവളെ നോക്കി. ചിരിക്കണോ വേണ്ടയോ എന്ന കൺഫ്യൂഷനിലാണ് ലക്ഷ്മി. അവൻ ചെറുതായി പുഞ്ചിരിച്ചു. തിരികെ അവളും. പേരെന്താടോ? കാറിൽ നിന്നും ഏന്തി വലിഞ്ഞിറങ്ങുമ്പോൾ അവൻ ചോദിച്ചു. ലക്ഷ്മി. ഓ, വെറും ലക്ഷ്മിയാണോ അതോ ഭാഗ്യലക്ഷ്മിയാണോ, ലക്ഷ്മി ദേവിയാണോ, അങ്ങനെ എന്തേലും? സീതാലക്ഷ്മി. താങ്ക് യു സാർ, അച്ഛനെ നോക്കി പറഞ്ഞു. സ്കൂട്ടി പോകുന്നത് നോക്കി കാറിൽ ചാരി നിൽക്കുവാണവൻ.